ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ഗോൾഡിന് 1 റിട്ടേൺസ് ആണ് കിട്ടിയത്. അതായത് നമുക്ക് 11-ാം തീയതി കഴിഞ്ഞ് വന്നതിന് ശേഷം വന്ന സിഗ്നലിൽ നിന്ന് 2911 പോയ എൻട്രി ഇപ്പോഴും മാർക്കറ്റ് ബൈ റണ്ണിങ് ആണ്. ഓൾമോസ്റ്റ് 85 പോയിന്റ്സോളം നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് അപ്പ് ഡൗൺസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ 1 അവർ ചാർട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അതായത് അവിടെ ഒരു സെൽ ട്രേഡ് ഇല്ല, തിരിച്ചു കയറാൻ ചാൻസ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ റിവേഴ്സിൽ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവിടെ ഒരു സെൽ ട്രേഡ് ഇല്ല, സെല്ലാണെങ്കിൽ അവിടെ റെഡ് കാണിച്ചില്ല, കാണിക്കാത്തേക്ക് തിരിച്ചു കയറും എന്നൊരു അവിടെ ഇൻഡിക്കേഷൻ തന്നു. അതായത് അടുത്ത ട്രേഡ് ഇവിടെ എടുക്കാം എന്നുള്ള ഇൻഡിക്കേഷൻ വരെ തന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ മാർക്കറ്റ് ഇപ്പം ഇന്നത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കി, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 17 മാർച്ച്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് രാവിലെ തുടങ്ങി നമുക്ക് ഇതുവരെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡോ ഒരു ഡൗൺ ട്രെൻഡോ പോകാതെ നിൽക്കുവാണ്. അപ്പോൾ കുറച്ച് മുമ്പാണ് മാർക്കറ്റ് ഒരു ഹൈക്ക് അടിച്ച് മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയത്. അപ്പോൾ നമുക്ക് ഒരു റിവേഴ്സിൽ എന്നാൽ മോർണിംഗിൽ വന്ന ട്രേഡ് നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എടുക്കേണ്ട, അതായത് ഒരു ബൈ പോർഷൻ ഇല്ലാന്ന് നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കയറിയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സമയത്ത് 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുക, 5 മിനിറ്റ്സിൽ കണ്ടോ ഇടയ്ക്ക് ഒരുപാട് അപ്പ് ഡൗൺസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപ്പ് മാത്രമാണ് നമുക്ക് അപ് ട്രെൻഡിൽ കയറാൻ സാധ്യത. നമുക്ക് 1 അവറും കൂടെ കമ്പയർ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഡിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് ഒരുപാട് അപ്പ് ഡൗൺസ്, ഡൗണും ഇല്ല ഒരു അപ്പും ഇല്ലാത്ത സിറ്റുവേഷൻ നിൽക്കുവാണെന്നുള്ളത് നമുക്ക് 1 അവർ ചെക്ക് ചെയ്താൽ കറക്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ്, ഫേക്ക് ആയിട്ടുള്ള ഡൗണുകൾ അല്ലെ അപ്പുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു ട്രേഡ് മാത്രമായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് വന്ന ബൈ ട്രേഡിൽ നമുക്ക് 5 മിനിറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 2988 കയറിയത് നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. 98 വരെ ഓൾമോസ്റ്റ് 10 പോയിന്റോളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടം വരെ കയറി തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ട്രേഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഇറക്കത്തിൽ നിന്ന് അടുത്ത ട്രേഡ് പിടിക്കാമായിരുന്നു. ഇവിടുന്ന് 95 ഇപ്പോൾ 98 ആയി, ഇപ്പോഴും കയറിക്കൊണ്ട് റീ എൻട്രിയും തന്നിട്ടുണ്ട്. 98 റീ എൻട്രി 4 വരെ നമുക്ക് രണ്ടാമത് നമുക്ക് റീ എൻട്രി സജഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫോറക്സിൽ എപ്പോഴും 31 അവർ മാത്രം സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ 31 അവർ നല്ല ആക്യുറസി ഉള്ള സിഗ്നൽസ് ആയിരിക്കും വരുന്നത്. ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് സിമ്പിളാണ്. നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ബൈസിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് മെയിലിൽ കൊടുത്തിരിക്കുന്നത്. അത് 11 നമുക്ക് 11th വന്നതാണ്. നമുക്ക് 3:30 ശേഷം വന്ന ബൈ ആണ്. എൻട്രി പോയിന്റ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബൈ കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കാം. ഇപ്പോൾ ബൈസിക്കിൾ വന്നു അല്ലെങ്കിൽ സെൽസിക്കിൾ വന്നു എന്ന് ഡയറക്റ്റ് കയറി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇവിടെ ഒരു അപ് ട്രെൻഡ് പോയിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് ലെവലിൽ ഇവിടുന്നാണ് വന്നത്. കാരണം ഗ്രീനുമായിട്ട് മാച്ച് ആയത് അവിടെ നിന്നാണ്. കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരിക്കുന്നിടത്തോളം ബൈ തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് മാച്ച് ആയി ഇവിടുന്ന് മാർക്കറ്റ് കയറി ഇടയ്ക്ക് ഡൗൺ ഇറങ്ങി പിന്നെയും കയറി. ഇപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കളർ കാണിച്ചെങ്കിൽ അവിടെ ഒരു സെല്ലിലേക്ക് വന്നിട്ടില്ല. കാരണം വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ നമുക്കൊരു ബൈ ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാരണം താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് നമുക്ക് വേണേൽ അവിടെ ഹോൾഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ട്രേഡ് കഴിഞ്ഞ് അടുത്ത ട്രേഡ് എടുക്കുന്നവർക്ക് ഇവിടെ നമുക്ക് തിരിച്ച് രണ്ടാമതൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അവിടുന്ന് 2906 പിന്നെയും കയറിയിട്ടുണ്ട്. അവിടുന്ന് ഫുള്ള് മാർക്കറ്റ് ബൈ ആയിരുന്നു. പിറ്റേ ദിവസം മാർക്കറ്റ് കയറിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഇന്നലെ മാർക്കറ്റ് നമുക്ക് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കി. ഇവിടുന്ന് ചെറുതായിട്ടൊരു ഡൗണിഷ് പോയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് അവിടെ സെല്ല് തരാത്ത സ്ഥിതിക്ക് തിരിച്ചു കയറുമെന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ ഇന്നും അതേപോലെ ഉണ്ട്. മോർണിംഗിൽ വലിയൊരു ഡൗൺ ട്രേഡ് നമുക്ക് പോയിട്ടില്ല, എന്നാൽ അപ് ട്രേഡും പോയിട്ടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം നല്ലതായിട്ട് അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10 പോയിന്റോളം ലാസ്റ്റത്തെ ട്രേഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും റണ്ണിങ് ആണ്. അത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും പറഞ്ഞില്ല. അത് 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇൻഡിക്കേഷൻ കാണിച്ചിരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, അവിടെ നിന്ന് രണ്ടാമത് ഈ ബ്രേക്കൗട്ട് പോയിന്ന് അവിടെ നിന്ന് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. റീ എൻട്രി നമുക്ക് അവിടെ പിന്നെയും രണ്ടാമതും റീ എൻട്രി നമുക്ക് തരും. അതായത് നെക്സ്റ്റ് പിന്നെയും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെയും നമുക്ക് റീ എൻട്രി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത എല്ലാ മാർക്കറ്റ്, ഏത് മാർക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ആ മാർക്കറ്റ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.